മന്ദലാംകുന്ന് ബീച്ചിൽ പെരുന്നാൾ ദിനത്തിൽ സന്ദർശകരുടെ വൻ തിരക്ക്. വേലിയേറ്റത്തിന്റെ ഭാഗമായി കടലാക്രമണം രൂക്ഷമായി തുടരുമ്പോഴും പെരുന്നാൾ അവധി ആഘോഷിക്കാൻ നൂറുകണക്കിന് പേരാണ് കടപ്പുറത്തേക്ക് ഒഴുകിയെത്തിയത്. കുറച്ച് ദിവസങ്ങളിലായി തിമിർത്തു പെയ്തിരുന്ന മഴയ്ക്ക് സ്വൽപ്പം ആശ്വാസം ഉണ്ടായതാണ് അപ്രതീക്ഷിത തിരക്കുണ്ടാകാൻ കാരണം. മഴക്കാലമായതിനാൽ സന്ദർശകർ കുറവായിരിക്കുമെന്ന് കരുതി തട്ടുകടകളും കുട്ടികളുടെ കളിപ്പാട്ട സ്റ്റാളുകളുമെല്ലാം പൊതുവെ കുറവായിരുന്നു. കുട്ടികളുടെ പാർക്കിൽ സാമാന്യം ഭേദപ്പെട്ട തിരക്കാണ് ദൃശ്യമായത്. മുൻ വർഷങ്ങളിൽ മന്ദലാംകുന്ന് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബീച്ച് ഫെസ്റ്റിവൽ നടത്താറുണ്ടായിരുന്നു. എന്നാൽ മഴക്കാലമായതിനാൽ ഈ വർഷം ഇതെല്ലാം ഒഴിവാക്കുകയായിരുന്നു. സമീപത്തെ പെരിയമ്പലം, അണ്ടത്തോട്, വെളിയങ്കോട് എന്നിവിടങ്ങളിൽ കൂടുതൽ തീരപ്രദേശങ്ങൾ കടലെടുത്ത സാഹചര്യത്തിലാണ് മന്ദലാംകുന്ന് ബീച്ചിൽ ആളേറിയത്. ഇവിടങ്ങളിൽ ശക്തമായ തിരകൾ ഉണ്ടായതിന്റെ ഭാഗമായി ആളുകൾ ഇറങ്ങുന്ന ഭാഗത്ത് വലിയ മടകളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. അപകടം സംഭവിക്കുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനം എളുപ്പത്തിൽ നടത്താൻ പ്രയാസമാണ്. എന്നാൽ മന്ദലാംകുന്ന് ബീച്ചിൽ കൂടുതൽ തീരപ്രദേശങ്ങൾ ഉള്ളതിനാലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള വിശാലമായ സൗകര്യവും ഇടതൂർന്നു നിൽക്കുന്ന കാറ്റാടി മരങ്ങളും സന്ദർശകർക്ക് കൂടുതൽ സൗകര്യത്തോടെ കടൽ കാണാനാകും. ഇത് കണക്കിലെടുത്താണ് സന്ദർശകരുടെ ഒഴുക്കുണ്ടായത്. അവധി ദിനങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിലും ഇവിടെ തിരക്ക് കൂടുതലാണ്. പട്ടം പറത്തിയും കടലിൽ കുളിച്ചും വിശാലമായ കളിസ്ഥലങ്ങളിൽ ഓടിക്കളിച്ചും പെരുന്നാൾ ദിനം ആസ്വാദകർ അവിസ്മരണീയമാക്കി. എന്നാൽ ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് യാത്രികരെ വലച്ചു. സാധാരണ ദിവസങ്ങളിൽ പോലും മന്ദലാംകുന്ന് എടയൂരിൽ ദേശീയപാത ഡൈവർഷൻ ഉള്ള സ്ഥലത്ത് നല്ല തിരക്കാണ് ഉണ്ടാകാറുള്ളത്. വിശേഷ ദിവസങ്ങളിൽ ഇത് ഇരട്ടിയാകും. ഇത് ഒഴിവാക്കുവാനുള്ള യാതൊരുവിധ നടപടികളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. വടക്കേക്കാട് പോലീസിന്റെ സേവനവും ബീച്ചിലുണ്ടെങ്കിലും ഇത്തരം ഗതാഗതക്കുരുക്കുണ്ടാകുന്ന സ്ഥലത്തുകൂടി പോലീസ് സേവനം ആവശ്യമാണെന്നാണ് വിനോദസഞ്ചാരികൾ പറയുന്നത്.